കോഴിക്കോട് ഒരാഴ്ച മുൻപ് വിവാഹിതയായ യുവതിക്ക് ഭർത്താവിന്റെ മർദ്ദനമെന്ന് പരാതി. പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 5-നായിരുന്നു രാഹുലും എറണാകുളം സ്വദേശിനിയായ യുവതിയും വിവാഹിതരായത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവതിയുടെ അച്ഛൻ ന്യൂസ് 8നോട് പറഞ്ഞു. രാഹുൽ എന്നാണ് അവന്റെ പേര്. മുഷ്ടി ചുരുട്ടിയിടിച്ചതാണ്. പിന്നെന്ത് ചെയ്തു? പിന്നെ തലയിൽ ഈ ഭാഗത്തൊക്കെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. എന്റെ തല ഇനി അനക്കാൻ നിർത്തി. പിന്നെ എൻ്റെ ഈ കീഴ്ചുണ്ട് അവൻ വലിച്ച് താഴേക്ക്, മേൽച്ചുണ്ടും അതേപോലെ ചെയ്തു. പിന്നെ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അത് അതിൻ്റെ വയറുകൊണ്ട് കഴുത്തിൽ ചുറ്റു വലിച്ചു. പിന്നെന്ത് ചെയ്തു? പിന്നെ കുനിച്ച് നിർത്തി കുറേ ഇടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ പുറകെ വന്നു വീണ്ടും എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു. ഞാൻ പറഞ്ഞു നിർത്തിക്കോ. ഇവരോടായിട്ട് പറഞ്ഞു മതി, ഞാൻ എൻ്റെ മകളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവരൊന്നും വേണ്ടിയില്ല. ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഇവന അതിൻ്റെ രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർ കൊടുക്കണം. ഇന്ന് ഒരു സ്ത്രീയെ അപമര്യാദയായിട്ട് നോക്കിയാൽ പോലും കേസെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഇവനെ റിമാൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഏത് തരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് മകൾക്ക് എന്നാണ് ആ അച്ഛൻ പറയുന്നത്? മാത്രമല്ല പോലീസ് ഈ വിഷയത്തിനകത്ത് എടുത്ത നിലപാടിനെയും കുടുംബത്തിന് പരാതിയുണ്ടോ? അപർണ, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് ഇവര് രണ്ടാളും കൂടി ഇവരുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നു. ആ സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ 12-ാം തീയതി, അതായത് കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ കുട്ടിയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി ഈ പെൺകുട്ടിയും ഭർത്താവും കൂടി ഈ പറവൂരുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കോഴിക്കോട് നിന്നും എത്തുന്നു. അതിനുശേഷം 12-ാം തീയതി നാട്ടുനടപ്പുള്ള അടുക്കള കാണൽ എന്ന ചടങ്ങിന് വീട്ടുകാരെല്ലാവരും കൂടി 10-30 പേരും കൂടി ഈ പന്തീരങ്കാവിലേക്ക് പോവുകയാണ്. ആ സാഹചര്യത്തിൽ അവിടെ ചെന്ന ശേഷം ഈ ബന്ധുക്കളൊക്കെ കൂടി അവിടെ ചെല്ലുന്നു. ആ സമയത്ത് പെൺകുട്ടിയെ പുറത്തേക്ക് കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മകൾ എവിടെ എന്ന് ചോദിച്ചതും അതിനുശേഷം മകളെ കാണാതായപ്പോൾ അവള് വാഷ്റൂമിലാണ്, അതിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുള്ള എക്സ്ക്യൂസസ് പറഞ്ഞ് പയ്യന്റെ വീട്ടുകാർ ഒഴികഴിവ് പറയുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ പെൺകുട്ടി അടുത്ത് വന്നപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി അനുകൂലമായ ഒരു സാഹചര്യമല്ല തങ്ങളുടെ മകൾക്ക് അവിടെ ഉള്ളത് എന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്നാൽ 2-3 തവണ ആദ്യം മുഖമൊക്കെ നെറ്റി വീർത്തിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത്, എന്തോ പറ്റിയല്ലോ, മകൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു വാഷ്റൂമിൽ ഉരുണ്ട് വീണതാണ് എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പയ്യന്റെ അമ്മയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴും അവർ ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ അവരുടെ ആബ്സെൻസിലാണ് അച്ഛൻ മകളോട് ചോദിക്കുന്നത്, മകളെ ഇത് വീണതല്ലല്ലോ, വേറെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടി പറയുന്നത് ഇവിടെ പെൺകുട്ടിക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അതായത് നെറ്റിയിലുണ്ടായിരുന്ന ആ വീർപ്പ് മുഴുവൻ ഈ പയ്യൻ രാഹുൽ എന്ന ഈ പയ്യൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ്. അപ്പോൾ പിന്നീട് ചുണ്ടൊക്കെ വലിച്ചു പറിക്കുകയും ശരീരമാസകലം കുനിച്ചു നിർത്തി ഇടിക്കുകയും ദേഹം മുഴുവൻ മർദ്ദനത്തിൻ്റെ പാടുകളാണ് ആ പെൺകുട്ടിയിൽ വീട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അവർ തീരുമാനമെടുത്തു, എന്തായാലും ഇനി ഇവിടെ, അതായത് തങ്ങളുടെ മകളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായ ഇടത്തേക്കല്ല എന്ന് പറയുന്നു. ഇതിനു മുൻപും ഈ പയ്യൻ രാഹുൽ അത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 5 ദിവസം പരിചയമുള്ള അല്ലെങ്കിൽ 7 ദിവസം പരിചയമുള്ള ഒരു പെൺകുട്ടിയെ, തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മൃഗീയമായി ആക്രമിക്കുന്ന ഒരു തരത്തിലേക്ക് എന്ത് കാരണമാണ് കൊണ്ടെത്തിച്ചത് എന്ന് അന്വേഷിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് കിട്ടുന്ന മറുപടി, ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ പറയുന്നു ഇവന് കൂടുതൽ സ്ത്രീധനം വാങ്ങി അല്ലെങ്കിൽ വലിയ കാറുമൊക്കെ വാങ്ങി കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ബോധം അവനുണ്ടാക്കുന്നു എന്ന് ഈ വീട്ടുകാർ പറയുന്നു. അതിനുശേഷം ഈ മർദ്ദനമുറ അഴിച്ചുവിടുമ്പോഴും ഈ പയ്യൻ ഇതേ കാര്യം തന്നെ ഈ പെൺകുട്ടിയോട് പറയുകയാണ്, എനിക്ക്
നിന്നേക്കാൾ വലിയ സാഹചര്യത്തിലുള്ള ആളെ കല്യാണം കഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലുള്ള വലിയ കാറും അല്ലെങ്കിൽ വലിയ സ്വത്തുമൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമായിരുന്നു, ഇതൊന്നും ആയിരുന്നില്ല എന്നൊരു സംഭാഷണം അതിനിടയിൽ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും സ്ത്രീധനമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും വീട്ടുകാർ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ പോലും പരോക്ഷമായി ഇത്തരത്തിൽ അല്ലെങ്കിൽ പെൺകുട്ടി ഇനി നമ്മളോട് സംസാരിക്കണം, എന്താണ് കൃത്യമായ കാരണമെന്ന് പെൺകുട്ടി ഇനി സംസാരിക്കണം, അതല്ലെങ്കിൽ അത് ഏത് പീഡനമുറയാണ് ഏറ്റുവാങ്ങിയത് എന്ന് സംസാരിക്കണം. ഇത് മാതാപിതാക്കളുടെ വേർഷനോ അല്ലെങ്കിൽ അവരുടെ വക്കീലിന്റെ വേർഷനോ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു മകളെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ 7 ദിവസം പരിചയമുള്ള ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയെ ഇത്രയേറെ, അതായത് മൃഗങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായ മർദ്ദനമുറ അഴിച്ചുവിട്ട ശേഷം ഒരു ചെറുപ്പക്കാരൻ, ചെറിയ ഒരു അല്ലെങ്കിൽ ഈ പുതിയ തലമുറയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം പോലും കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ, അതിന് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലേക്ക് അധപ്പതിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും നമുക്ക് മുന്നിലില്ലേ, അല്ലെങ്കിൽ ഇതിന് പരിഹാരം പോലും നമ്മുടെ മുന്നിലില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം അനുസരിച്ച് 308 ആണ് ഈ രാഹുലിന് എതിരെ ചുമത്താൻ ഉള്ളത് എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. അവരുടെ തന്നെ അഡ്വക്കേറ്റ് ശ്രീ സ്റ്റാലിനാണ്. അദ്ദേഹം നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. 308 മറ്റൊരു വകുപ്പും ഇതിനെ സാധൂകരിക്കില്ല. അത് മാത്രമല്ല, അത്രയും ക്രൂരമായത് മുഷ്ടി ചുരുട്ടി നെട്ടിക്കിടിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയെ അത്ര ക്രൂരമായത് മരണത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള മർദ്ദന മുറകളാണ് ഈ പെൺകുട്ടിയുടെ നേരെ അഴിച്ചുവിട്ടത് എന്ന് തന്നെയാണ് ഡോക്ടർ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.